പാലക്കാട് നൂറണിയിൽ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ വാടക കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് പിന്നിൽ അഴിമതിയെന്ന വെൽഫെയർ പാർട്ടി. 3 വർഷം കൂടുമ്പോൾ സീനിയർ മാനേജറെ മാറ്റി നിയമിക്കണമെന്ന വ്യവസ്ഥ അട്ടിമറിക്കപ്പെട്ടത് പാലക്കാട് കൺസ്യൂമർ ഫെഡിൽ ക്രമക്കേട് നടത്താനാണെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ.സി. നാസർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 3 വർഷം കൂടുമ്പോഴും അവിടെ സീനിയർ മാനേജറെ മാറ്റി നിയമിക്കുക എന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 12 വർഷത്തോളമായി ഒരേ വ്യക്തി ഈ സ്ഥാനത്ത് തുടരുമ്പോൾ അതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണെന്ന് കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ജില്ലയിൽ നന്മ, ത്രിവേണി, നീതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കൺസ്യൂമർ ഫെഡിന്റെ കീഴിലുള്ള 65ഓളം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന ഈ സംവിധാനത്തിൽ ഇന്ന് വെറും 13 സ്ഥാപനങ്ങളായി പരിമിതപ്പെട്ടിരിക്കുന്നു എന്ന ദാരുണമായ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം. അന്നുണ്ടായിരുന്ന 35ഓളം തൊഴിലാളികളാണ് ഇന്ന് ഈ 13 സ്ഥാപനങ്ങളിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നഷ്ടങ്ങൾ കാണിച്ചുകൊണ്ട് ഈ സ്ഥാപനം നഷ്ടമാണെന്ന് വരുത്തി തീർക്കാൻ ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ വാങ്ങുകയും ആ സാധനം വിറ്റുപോകാതെ അവിടെ കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതുപോലെ പാലക്കാട് ടൗണിൽ കൺസ്യൂമർ ഫെഡിലേക്ക് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ പുറത്ത് വിറ്റത് പിടിച്ചുകൊണ്ട് പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് നടന്നിരുന്നു. അപ്പൊ ഇവിടെ ഏതാനും വ്യക്തികൾക്ക് സബ്സിഡി ആനുകൂല്യം പറഞ്ഞുകൊണ്ട് ചുരുങ്ങിയ വ്യക്തികൾക്ക് മാത്രം ഈ സാധനങ്ങൾ വിതരണം ചെയ്യുകയും ബാക്കിയുള്ള സാധനങ്ങൾ പുറത്തേക്ക് മറിച്ചു വിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 70 സെന്റ് സ്ഥലത്ത് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡാണ് സ്വകാര്യ ബിൽഡിംഗ് ഉടമയുടെ സ്വാധീനത്തിന് വഴങ്ങി മാറ്റിസ്ഥാപിക്കുന്നത്. പൊതുവെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡിന് അധിക ബാധ്യത വരുത്തുന്ന തീരുമാനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. കൺസ്യൂമർ ഫെഡിനെ മാറ്റിസ്ഥാപിക്കാനായി നഷ്ടത്തിലാക്കിയത് ഉദ്യോഗസ്ഥരാണ്. പാലക്കാട് കൺസ്യൂമർ ഫെഡിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന 65ഓളം നന്മ, നീതി, ത്രിവേണി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പലതും പൂട്ടിച്ചത് ഉദ്യോഗസ്ഥരാണ്. ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി ഉപയോഗശൂന്യമാണെന്ന് കാണിച്ച് കുഴിച്ചുമൂടുകയാണ്. സബ്സിഡി സാധനങ്ങൾ പൊതുവിപണിയിൽ വിറ്റതിന് പാലക്കാട് കൺസ്യൂമർ ഫെഡിനെതിരെ കേസുണ്ട്. നിയമം പാലിക്കാതെയാണ് പല നിയമനങ്ങളും നടക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ കൺസ്യൂമർ ഫെഡിനെ വിപുലീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയെങ്കിലും പിന്നീട് മുന്നോട്ടു പോയില്ല. കഞ്ചിക്കോട് മലമ്പുഴ റോഡിലെ കെട്ടിടത്തിലേക്ക് മാറ്റാനായി 10 ലക്ഷം രൂപയാണ് അഡ്വാൻസായി നിശ്ചയിച്ചിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം വിജിലൻസ് അന്വേഷിക്കണമെന്നും കെ.സി. നാസർ പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മോഹൻദാസ് പറളി, സെക്രട്ടറി ഷാക്കീർ പുലാപ്പറ്റ, കൗൺസിലർ എം. സുലൈമാൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.